എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. അതെ, മംഗളസ്വരൂപൻ എന്നാണ് പറയുന്നത്. തീർച്ചയായും തീർച്ചയായും. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ 12 ശിവക്ഷേത്രങ്ങളിലേക്ക് ഓടുകയാണ്. ഈ മനസ്സിൻ്റെ സ്വഭാവം ഓടുക എന്നുള്ളതാണ്. അത് വെളിയിലേക്ക് ഓടുകയാണ്. ഈ ശിവലിംഗം മാനവ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചതാണ് അവിടുന്ന്. ഇപ്പോൾ ഈ ശിവരാത്രി എത്തി നിൽക്കുമ്പോൾ ശിവാലയ ഓട്ടം നടക്കുന്ന സമയത്ത് ഭക്തർ ഒരുപാട് പേര് തിരക്കിലാണ്, ഭഗവാനെ കാണാനായി ഓടുകയാണ്. ശാന്തി ആത്യന്തികമായി സമാധാനം നമുക്ക് വേണമെങ്കിൽ മഹർഷി പറയുന്നത് ത്യാഗേനൈവ അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം, ആത്യന്തികമായിട്ട് സുഖം നേടാൻ പറ്റൂ. ഞാൻ ത്യാഗിയല്ല, നിങ്ങളാണ് ത്യാഗി. അയ്യോ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും. എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ത്യാഗം തന്നെ എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഓരോ യാമത്തിലുള്ള പൂജ അല്ലെങ്കിൽ ജപം എന്നൊക്കെ പറയുന്നത് ഈ മനസ്സിനകത്തുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ശിവരാത്രി ദിവസം നമ്മൾ ഏതെങ്കിലും കഥയുടെ പുറകെ പോകാതെ കൃത്യമായിട്ട് ഒരു ഉപാസന, നമസ്കാരം. ഇന്ന് ശിവരാത്രി ദിവസം. ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മറ്റെവിടെയുമല്ല, അരുവിപ്പുറം ശിവക്ഷേത്രം, അവിടുത്തെ ആശ്രമത്തിലെ, അതായത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ആശില ഇന്ന് ലോകമെമ്പാടും മലയാളികൾക്ക് അറിയാത്തൊരു ഇടമല്ല. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ്. ആ മഠത്തിലെ ഇപ്പോഴത്തെ മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമിയാണ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം ആഴങ്ങളിലേക്ക് പൊങ്ങിയെടുത്ത് വന്നപ്പോൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി സമൂഹത്തിൻ്റെ ഒരു പെട്ടെന്നൊരു ചേഞ്ചായി ഉണ്ടായത്. ഇത് ഈ ശിവലിംഗം മാനവ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചതാണ് അവിടുന്ന്. ഇപ്പോൾ ഈ ശിവരാത്രി എത്തി നിൽക്കുമ്പോൾ ശിവാലയ ഓട്ടം നടക്കുന്ന സമയത്ത് ഭക്തർ ഒരുപാട് പേര് തിരക്കിലാണ്, ഭഗവാനെ കാണാനായി ഓടുകയാണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 1888 ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പം അതൊരു പൊതുവെ അന്നത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുമ്പോഴും അത് ഉപരിപ്ലവമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ അതെ അതെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ സൂക്ഷ്മവശം നമ്മൾ നോക്കുമ്പോൾ ഗുരു അവിടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒരു മാതൃകാസ്ഥാനം സൃഷ്ടിക്കുക എന്നുള്ളത് ആണ് ഗുരു ഒരു നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഉപാധി തന്നെയാണ്. അതെ. കാരണം ശുദ്ധമായിട്ടുള്ള ജ്ഞാനം ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടും അതിനകത്തേക്ക് എത്തിപ്പെടാൻ അവർക്ക് ഭയമുള്ളത് കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ശിവാലയം ഓട്ടമെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. ശിവാലയത്തിലേക്ക് ഓടുകയല്ല വേണ്ടുന്നത്, ശിവാലയത്തിൽ ഇരിക്കുകയാണ് വേണ്ടത്. ശിവൻ എന്നുള്ള തത്വം അത് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. അതെ, മംഗളസ്വരൂപൻ എന്നാണ് പറയുന്നത്. തീർച്ചയായും തീർച്ചയായും. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ 12 ശിവക്ഷേത്രങ്ങളിലേക്ക് ഓടുകയാണ്. ഈ മനസ്സിൻ്റെ സ്വഭാവം ഓടുക എന്നുള്ളതാണ്. അത് വെളിയിലേക്ക് ഓടുകയാണ്, വെളിയിലേക്ക്. അപ്പോൾ ഉപനിഷത്തും മഹർഷിമാരും പറയുന്നത് വെളിയിലേക്ക് ഓടുന്ന മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ച് അതിൻ്റെ ഓട്ടങ്ങൾ അറിവ് ഉപയോഗിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് മനസ്സടങ്ങുന്നത്, മനസ്സില്ലാതാകുന്നത്, ഓടാതിരിക്കുന്നത്, അവിടെയാണ് ശാന്തിയും സുഖവും ഉണ്ടാകുക. തീർച്ചയായിട്ടും. അപ്പോൾ ഗുരു അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഓടുകയല്ല വേണ്ടുന്നത്,
അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക, തീർച്ചയായിട്ടും നന്നായിട്ട് ജപിക്കുക. ഞാൻ ഇടയ്ക്ക് കയറിയെന്ന് വിചാരിക്കില്ല, അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. പിന്നെ ഒരുപാട് അറിവുള്ള ആളാണ് നമ്മൾ. ആ ഒരു തലത്തിലേക്ക് എത്തിയ ആളുകൾക്ക് അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ സാധാരണ ജനമാണ്. അവർ ഈ നമ്മുടെ ഒരു മിത്ത് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പഴയ ചൂണ്ടാളൻ്റെ കഥയും അത് പേടിച്ചു ഓടിയ ശിവന്റെ രീതിയും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അവർ അല്ല, അതാണ് ഈ പറയുന്നത്. ഈ മനുഷ്യന്റെ മനസ്സ് എടുക്കുന്ന ഒരു അടവുകളാണത്. അപ്പൊ നമ്മൾ കാര്യം സംസാരിക്കുമ്പോൾ പറയും അതൊക്കെ വലിയ ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതെ അതെ അതെ. അത് മറ്റുള്ള കാര്യങ്ങളിൽ അങ്ങനെ പറയാറില്ലല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ സാധാരണക്കാരൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മാത്രം അവന്റെ മനസ്സ് അങ്ങനെ പോകാൻ സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കാനും ഈ മനസ്സിന് സാധിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ എന്നും നമ്മൾ 1-ാം ക്ലാസ്സിലേ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലോ? അതെ, 10-ാം ക്ലാസ് മിനിമം 10-ാം ക്ലാസ്സിലും പഠിക്കണം. ശരിയാണ് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് പോകണം. അപ്പൊ ഞാൻ പോകില്ല, ഇനി 1-ലേ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ മനസ്സിന്റെ ഒരു അടവെന്ന് പറയുന്നത്. ഇവരെപ്പോഴും ഈ തത്വങ്ങളുടെ പുറകെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു, എനിക്ക് തോന്നുന്നു ആ സത്തെ ആരും മനസ്സിലാക്കാതെ ഓട്ടത്തിലാണ്. അല്ല, അത് ഇതുകൊണ്ടാണ് കഷ്ടപ്പെടാൻ ആരും തയ്യാറല്ല. ഇൻസ്റ്റന്റ് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. ശരിയാണ്, അത് സാധ്യമല്ല. ശാന്തി, ആത്യന്തികമായി സമാധാനം നമുക്ക് വേണമെങ്കിൽ മഹർഷി പറയുന്നത് ത്യാഗേനൈവ അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം, ആത്യന്തികമായിട്ട് സുഖം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ഭക്തൻ ഇങ്ങനെ പറയുന്നത് അങ്ങ് വലിയ ത്യാഗിയാണ്, അങ്ങ് വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. ഭക്തന്മാർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, ഇല്ലാത്ത ഗുണങ്ങൾ അവരെ പറഞ്ഞ് പൊക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൊക്കി സുഖിപ്പിച്ചിട്ടാണ് പല കാര്യങ്ങളും നേടുന്നത്. നമ്മൾ സോക്കോൾഡ് ആരെയും അങ്ങനെയാണ്. ഇപ്പൊ ഗുരു പറയുന്നുണ്ട്, സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങളെന്നാണ്. അതായത് സ്തുതി പാടിയാൽ എല്ലാ ദേവതകളും ഉൾപ്പെടെ അതിനകത്ത് ഫ്ലാറ്റാണ്. ഒരു മനുഷ്യന്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഗുരുക്കന്മാരായാലും ശരി, അങ്ങനെ ആ ലെവലിൽ വരുന്ന ആളുകളെയൊക്കെ ഈ സ്തുതി പാടകന്മാർ വന്ന് സ്തുതി പാടും. അതോടെ അവൻ ഫ്ലാറ്റാണ്, പിന്നെ അവന് വികാസമില്ല, അതോടെ തീർന്നു. ഇപ്പൊ സ്വാമി വലിയ ആളാണെന്ന് 10 പേര് പറഞ്ഞാലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ചിലപ്പോൾ വിചാരിക്കും ശരിയാണല്ലോ, അവരെല്ലാം പറയല്ലേ, ശരിയാണ്. പക്ഷെ അത് ഞാൻ അതിനെക്കുറിച്ച് വളരെ ഉണർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്തുതിയിൽ വീഴില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇത് അപകടമാണ്, അത് പ്രകൃതിയുടെ ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മായ എന്നൊക്കെ പറയും. അപ്പോൾ ഈ രാമകൃഷ്ണനോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ത്യാഗിയല്ല, നിങ്ങളാണ് ത്യാഗി. അയ്യോ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും. എന്താന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ത്യാഗം തന്നെ എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും ത്യാഗമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സാധാരണ ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഈശ്വരനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് മറ്റു പലർക്കും വേണ്ടിയിട്ട് ആണ്, തനിക്ക് വേണ്ടുന്ന അതല്ല, തനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള സംതൃപ്തി മതി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ഭൗതികമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന കുറേ ക്ലേശങ്ങളുണ്ടാവും. അതൊക്കെ നിവർത്തിക്കാനായി ചിലർ വ്രതം പോലെ എടുക്കുന്നതാണ് ഇങ്ങനെ. ചിലർ വ്രതം പോലെ എടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ആധ്യാത്മിക തലത്തിലല്ലെന്ന് മാത്രം, ഈ പറഞ്ഞ പോലെ ഭൗതികതയിലാണ്. അല്ല, അതിനാണ് മഹർഷിമാരെ ഈ ഭക്തിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം അവർക്ക് ഉണ്ടാവണമെന്ന് പറയുന്ന കാര്യമാണ്. പണ്ടൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ആശ്രമവും സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവരൊരു ഉപജീവനത്തിന് വേണ്ടി പല ഇത് കാണിച്ചിട്ട്, അതുകൊണ്ടാണ് ആധ്യാത്മികമായിട്ട് നടക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒരു പേരുദോഷം വന്നിരിക്കുന്നത്. അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജനങ്ങളും അത്ര റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എളുപ്പത്തിൽ അതിന് അവർക്ക് പെട്ടെന്നൊരു ശാന്തി സമാധാനം കിട്ടണമെന്നാണ്. തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു ടൂറിന് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് നടക്കില്ല അമ്പലങ്ങളിൽ. അതുകൊണ്ടാണ് ശിവൻ ഉപവാസം എന്നൊക്കെ പറയുന്നത്, ഓരോ യാമത്തിലുള്ള പൂജ അല്ലെങ്കിൽ ജപം എന്നൊക്കെ പറയുന്നത് ഈ മനസ്സിനകത്തുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ന്യായമായ രീതിയിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ലഭിക്കേണ്ടതായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ജ്ഞാനവും എല്ലാം നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഇത് വേണം ബോധത്തിൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ
ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം വേണ്ടേ? അതൊരു ബോധം എന്ന് പറയാം. അതെ അതെ, നമുക്കൊരു അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അവയർനെസ് എന്ന് പറയാം. അപ്പോൾ പക്ഷെ അവിടെ ഈ നമ്മുടെ അസൂയ, സ്വാർത്ഥത അത് നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ശിവരാത്രി ദിവസം നമ്മൾ ഏതെങ്കിലും കഥയുടെ പുറകെ പോകാതെ കൃത്യമായിട്ട് ഒരു ഉപാസന. ഇപ്പം ബുദ്ധനായാലും ബുദ്ധൻ ഇങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങ് എക്സ്ട്രീമിൽ പോയാൽ, 2 എക്സ്ട്രീമിൽ പോയി. ഒന്ന്, ബുദ്ധൻ രാജകുമാരനായിരുന്നു, ആ ഭൗതികതയുടെ അങ്ങ് അറ്റത്തിൽ നിന്നൊരാളാണ്. അതിൽ നിന്നാണ് ആള് ഇറങ്ങിയിട്ട് ഏറ്റവും ഒന്നുമില്ലായ്മ, കാരണം അത്രയും ഒരു ഇതിലേക്ക് പോയി. അപ്പൊ 2ലും അദ്ദേഹം പരീക്ഷിച്ചതാണ്. പിന്നീടാണ് ബുദ്ധൻ പറയുന്നത് ഇത് 2ഉം ശരിയല്ല, മധ്യപന്ഥാവ്, ഇത് 2ന്റെയും ഇടയ്ക്കുള്ളൊരു മാർഗം. ഇപ്പൊ കൂടുതൽ ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിക്കാതിരിക്കുക, കൂടുതൽ ഇതിനെ നമ്മൾ സന്തോഷിപ്പിക്കാതിരിക്കുക, ഈ ഭൗതികതയുടെ അങ്ങ് ആ രീതിയിൽ അങ്ങ് പോകരുത്. അതിൻ്റെ ഒരു മിനിമം. അപ്പോൾ ആ മിനിമം വരണമെങ്കിൽ നമുക്ക് ഈ ഒരു അറിവുണ്ടാവണം, സപ്രസ് ചെയ്യാന്നുള്ളതല്ല. അതെ. അപ്പോൾ ആ ഒരു മിനിമം ബാലൻസിൽ നമുക്ക് പോകണമെങ്കിൽ ഒരു മധ്യപന്ഥാവ്, മിഡിൽ പാത്ത് എന്ന് പറയും, അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാരും തയ്യാറല്ല, അവർക്ക് പെട്ടെന്ന് വേണം എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഈ രാത്രി, ശിവരാത്രി നമ്മൾ ദിവസം എന്ത് ചെയ്യണം? നമുക്ക് നന്നായിട്ട് ജപിക്കാനും നന്നായിട്ട് ധ്യാനിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ നമുക്ക് വേണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതികമായിട്ടുള്ള ഐശ്വര്യവും കാര്യങ്ങളും ഓക്കെ, പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥായിയായിട്ടുള്ള ഒരു ശാന്തി വേണമല്ലോ. അതെ.